ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയ്ക്ക് ആർദ്രമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അൺബോക്സ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ ആളാക്കിയിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് അവസരം വരെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന മറന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊക്കെ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോപ്പറാണ്, നിക്കോണിൻ്റെ ഒരു ചോപ്പറാണ്. അത് നാട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണാം. നമ്മളെ അമ്മമാരല്ലെങ്കിൽ സഹോദരിമാരല്ലെങ്കിൽ ഭാര്യമാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇത് മുട്ടക്കോസ് ഇതൊക്കെ എന്ന് വെച്ചാൽ അവർ നല്ല ഫാസ്റ്റാണ് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുന്നത്. ഒരു കുരുവിലായിരിക്കും, അത്രയ്ക്ക് സ്മൂത്തായിട്ട് അവർ കൊത്തി അരിഞ്ഞെടുക്കും. പക്ഷേ നമ്മളെ കൊണ്ട് അങ്ങനെ കൊത്തി അരിയാൻ പറ്റില്ല. നമ്മൾ കൊത്തി അരിഞ്ഞ് നമ്മൾ കൈ മുറിയൊന്നുമല്ലാതെ കറക്റ്റ് നമുക്കത് കൊത്തി അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെ ഇപ്പം ഞാൻ മേടിച്ചത് ഇപ്പം ബേറിലുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചേക്കണമെന്ന് വെച്ചാൽ ബേറിലൊരു മാളിൻ്റെ അകത്തു നിന്നാണ് ഞാൻ മേടിച്ചേക്കണത്. 1000 രൂപയ്ക്ക് താഴെയുള്ള നാട്ടിലിൻ്റെ വില. അതായത് ഇവിടെ ഒരു 5 ദിനാറാണ്. അപ്പം അത് തുച്ഛമായ വിലയ്ക്ക് നല്ല ഗുണപരമായ ഒരു സാധനമാണിത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് അരിഞ്ഞ് തോരനും അതിനൊക്കെ തന്നെ കറിക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാൻ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്, നിക്കോൻ്റെ ചോപ്പർ. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം. ഇത് ഞാൻ ഇപ്പം പൊട്ടിച്ച് ഞാൻ യൂസ് ചെയ്ത സാധനമാണ്. യൂസ് ചെയ്ത് നോക്കി എനിക്ക് കറക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടണമെന്നൊന്ന്. അപ്പോൾ കമ്പനി തന്നെ ഇത് കാണിച്ചിട്ടുണ്ട്. നമുക്കിത് ഹമൂസ് ഉണ്ടാക്കാം. അതിനൊക്കെ തന്നെ ബീട്രൂട്ട് കുരുവില അരിഞ്ഞത് അങ്ങ് ഇവിടെ തോരൻ വയ്ക്കുന്ന കറക്റ്റ് പരുവത്തിലൂടെ ആക്കിയത് ഇത് കാണിച്ചിട്ടുണ്ട് പടം. അത് തക്കാളി നമുക്ക് പേസ്റ്റ് കണക്ക് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇവിടെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പച്ചക്കറിയിൽ എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഇനി തുറന്ന് നോക്കാം. ഇത് അതേ കണക്ക് തന്നെ 260 വാട്ട്സാണ് ഇതിൻ്റെ മോട്ടർ. 260 വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെ. നല്ല 260 മോട്ടറാണെന്ന്, പവറുള്ള മോട്ടറാണെങ്കിലും നല്ല രീതിക്ക് സ്റ്റക്ക് ചൂടൊന്നും ആവാത്ത രീതിക്ക് നമ്മൾ ആ ബീട്രൂട്ട് എന്ന് വെച്ചാൽ നല്ല ഹാർഡ് സാധനം, നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ നിമിഷം നേരം കൊണ്ട് തന്നെ അത് കറക്റ്റ് അത് തോരേണ്ട രീതിക്ക് അത് നമുക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും വിഷയമില്ല. അതിലൊക്കെ നല്ല രീതിയിൽ കമ്പനി നല്ല രീതിയിൽ തന്നെ കമ്പനി ചെയ്തിട്ടുണ്ട്. മോട്ടറിനും വേറെ പ്രശ്നമില്ല, ചൂടാവുന്നൊന്നും ആവില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയ സാധനമാണ്. ഇത് 500 ml ആണ് ഇതിൻ്റെ ജാർ വരുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. നമ്മളിത് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതേ കണക്കാണ് നമ്മൾ ഇത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. എന്ന് വെച്ചാൽ കറക്റ്റ് എങ്ങനെ വീണാലും പ്രശ്നമൊന്നും വരാത്ത രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലിരിക്കുന്ന ഇതിൻ്റെ മേലെ ബട്ടൻ്റെ മേലെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം എടുത്ത് മാറ്റി ഇനി നമ്മൾ അതിൻ്റെ കവർ മാറ്റി, പിന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് നമ്മളെ സാധനം പ്രൊഡക്റ്റിങ് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ആ ചോപ്പർ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ വാറണ്ടി കാർഡ്. അതിന് 1 കൊല്ലം വാറണ്ടിയാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മെഷീൻ. അപ്പോൾ ഈ സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മെഷീൻ. ഇതിപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പച്ചക്കറി എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഇതിങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ പച്ചക്കറിയൊക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത്. പച്ചക്കറി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ താഴോട്ട് ഇങ്ങനെ പ്രസ്സാവും. ഇങ്ങനെ താഴോട്ട് പ്രസ്സാവുന്ന സമയത്ത് ഈ മോട്ടർ ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഓണിന് സ്വിച്ചിൻ്റെ കാര്യമല്ല, ഈ താഴോട്ട് പ്രസ്സാണ് അതിൻ്റെ സ്വിച്ച്. പ്രസ് അതായത് അതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ മുട്ടണക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ സ്വിച്ച്. അത് ഇതിലോട്ട് ഇവിടെ ഒരു ഇതിൽ വെച്ച് ഇത് കറക്റ്റ് ഇതിൻ്റെ ഈ 2 ഗ്രൂ കറക്റ്റ് ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ 2 ഗ്രൂ ആണ്. ഇതിൻ്റെ അകത്ത് ആ നെട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അത് ലോക്കാവാണ് ചെയ്യുന്നത്. ഇതേ കണക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പ്രസ് ആകുമ്പോൾ മോട്ടർ ഓണായി. നിങ്ങൾക്ക് അതിൽ ഒത്തുകൂടെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ ടർബോ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ടർബോ എന്ന് എഴുതിയേക്കണം കൂടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് കൂടി അത് പെട്ടെന്ന് നമുക്ക് അത് മുറിച്ച് തരുന്നതാണ്. അപ്പോൾ മോട്ടറെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇത് 260 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ്. പിന്നെ ഇതാണ് നമ്മളെ ജാറ്. ഈ ഒരൊറ്റ ജാറ് ഇതിൻ്റെ കൂടെ ഉള്ളു. ഈ ഒരൊറ്റ ജാറാണ് നമ്മൾ കമ്പനി തരുന്നത്. ഇത് 500 മില്ലിയുടെ ജാറാണിത്. ഇത് തുറക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇടത്തോട്ട് കറക്കിയിട്ട് നിങ്ങൾക്ക് തുറന്നെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലേഡ്. ഈ ബ്ലേഡിലാണ് അത് കറക്റ്റ് നമുക്ക് അത് അരിഞ്ഞ് കിട്ടുന്നത്. പിന്നെ ഇതൊരു സ്പ്രിങ് ടൈപ്പാണ്. അതെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഇത് കണക്ക് ഇങ്ങനെ താരണ സമയത്താണ് ആ മോട്ടർ വർക്കാവുള്ളൂ. ഇങ്ങനെ പ്രസ് ചെയ്യണ സമയത്ത് ഇത് താരണ സമയത്ത് ഈ മോട്ടർ വർക്കാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നോക്കിയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്രൂ കാണാൻ പറ്റും. അതേ കണക്ക് നമ്മൾ ഇതിൻ്റെ കവറിൽ ഇവിടെ ഒരു ചെറിയ മുട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മുട്ട് കാണാൻ പറ്റും. ഇതേ കണക്ക് ഈ സൈഡിലും അല്ലെങ്കിൽ അപ്പുറ സൈഡിലും മുട്ടുണ്ട്. അത് കറക്റ്റ് ഈ ഗ്രൂവിൻ്റെ ഭാഗത്ത് വെച്ചതിന് ശേഷം ഒന്ന് വലത്തോട്ട് കറങ്ങി കഴിഞ്ഞാൽ അത് ലോക്കായി. ഇപ്പോൾ അത് ലോക്കായി ഇനി എങ്ങും പോലും ഇപ്പോൾ ലോക്കായിരിക്കണത്. അപ്പോൾ ഇപ്പം ഇനി എങ്ങും പോലും ലോക്കായിരിക്കും. എത്രയേ ഉള്ളൂ. സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കറക്റ്റ് അരിഞ്ഞിട്ടതിന് ശേഷം ഇത് ഇവിടെ കറക്റ്റ് വെച്ച് ഒന്ന് കറക്കുമ്പോൾ തന്നെ അതിൻ്റെ പൊസിഷനിൽ പോയി വീണതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ തന്നെ ഇത് കറങ്ങി തുടങ്ങും. തുടങ്ങിയ ശേഷം നമുക്ക് ഇത്തുകൂടെ പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ടെർബോ എന്ന് അടിച്ചേക്കണേ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ നമുക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ ഞാൻ കറക്റ്റ് ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എനിക്ക് കറക്റ്റ് അത് കട്ടായി വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഞാൻ ഇത് മേടിക്കാൻ നിങ്ങളുടെ പറയണതെന്ന് വെച്ചാൽ നമ്മളെ ഈ ആണുങ്ങൾക്ക് നല്ല എളുപ്പമുള്ള സാധനമാണ്, പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നുള്ള ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ ഇതാണ് നമ്മളെ ചോപ്പർ. നിങ്ങൾ ഇവിടെ കാണാം, ഇതാണ് നമ്മളെ മോട്ടർ. ഇവിടെ ഇതാണ് എൻ്റെ ഓൺ ബട്ടൺ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഉള്ളിയും ക്യാരറ്റും ബീട്രൂട്ടും ഈ മുളകൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നിട്ട് ചോപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രവർത്തനമെന്ന്. ഇപ്പോൾ ഞാൻ പവർ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം ഈ ബീട്രൂട്ട് ഇത് ഇടുകയാണ്. ഇപ്പോൾ ഞാൻ ഇതിവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ആകുമ്പോൾ തന്നെ മോട്ടർ വർക്കാവും. സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ ഒന്നും കൂടെ അമർത്തി കൊടുത്താൽ നല്ല സ്പീഡാവും. അതാ നമ്മൾ തോരത്തിന് നമ്മളെ കൊത്തിയരിഞ്ഞാൽ കിടുക്കായിട്ട് നമുക്കത് അരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാം, സൂപ്പറായിട്ട് ഇത് കറക്റ്റ് നമ്മൾ കൊത്തിയരിയണ കായ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാൻ അത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, സൂപ്പറായിട്ട് തോരൻ സൂപ്പറായിട്ട് നമ്മൾ ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ക്യാരറ്റ് ഇട്ടൊന്ന് ചോപ്പ് ചെയ്യാം. ക്യാരറ്റ് അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതും ഇതിലോട്ട് തട്ടയാണ്. ക്യാരറ്റ് എന്താ ഇവിടെ സൂപ്പറായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടൊന്ന് ചോപ്പ് ചെയ്യാം. നമ്മൾ ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് താഴെ പ്രസ് ആകുമ്പോൾ തന്നെ ഇത് ചോപ്പാവും. അതിനൊക്കെ സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഇതിലൊരു പ്രശ്നം കിട്ടണം. സ്പീഡ് കൂടുതലായി സ്പീഡ് കുറഞ്ഞു ഇവിടെ കാണാൻ പറ്റും. ഉള്ളിയൊക്കെ കറക്റ്റ് കൊത്തിയെറിഞ്ഞണക്കായിട്ടുണ്ട്. ഉള്ളി മുളകെല്ലാം നമ്മൾ ഇതും മറ്റേലോട്ട് തട്ടാൻ പോവുകയാണ്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചോപ്പ് ചെയ്ത് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അടിപൊളി സാധനമാണ്. നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്തതിന് വലിയ പൈസയില്ല. ഈ നാട്ടിൽ 900-1000 രൂപയ്ക്ക് അടുപ്പിച്ചേ ഉള്ള സാധനം. നമ്മളിപ്പോൾ 900 1000 രൂപ ആണെങ്കിൽ നമുക്കിത് മുതലാവും. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഗൾഫിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ പെണ്ണുങ്ങൾക്കാണെങ്കിൽ കൊത്തിയരിയാനൊക്കെ പാടായിരിക്കും. അതൊക്കെ നമുക്ക് സമയം കാണത്തില്ല. അത് കണക്കിന് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സമയമൊന്നും കാണത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ചോപ്പർ മേടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ചോരനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇതിലിട്ടിട്ട് ഉള്ളിയൊക്കെ ഇതിനൊക്കെ അരിഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്, ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് മനസ്സിലായില്ലേ? പെട്ടെന്നാണ് നമ്മൾക്ക് ആ ചോപ്പ് ചെയ്ത സാധനം തരണമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ ഓളാക്കിടാൻ മറക്കുക. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതൊക്കെ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.